അസ്റായിലേ, എന്റെ റൂഹ് പിടിച്ചു അസ്റായിൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ തുടങ്ങി. പടച്ചവരെ, മുത്തുനബി കിടന്നു പിടയുകയാ. മുത്തുനബി കരയാൻ തുടങ്ങി. മരണവേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകന് പിടയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ? എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, എനിക്ക് വേദനിക്കുന്നു അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്ക് അസ്റായീൽ. മുത്തുനബി എവിടെന്ന് പറയുമ്പോ അസ്റായീൽ എന്ന മലക്ക് കരയുകയാ. അസ്റായീൽ എന്ന മലക്ക് കരയുകയാ. യാ റസൂലല്ലാഹ്, ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിച്ചപ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഇന്ന് വരെ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാളും മയമായി പിടിക്കാൻ, ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അസ്റായീൽ പോലും കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ചരിത്രം പറയുന്നു, മുത്തുനബി എഴുന്നേക്കും തിരിച്ചു കിടക്കും, മുത്തുനബി എഴുന്നേക്കും തിരിച്ചു കിടക്കും. റസൂലുള്ള മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുന്നത് കണ്ടപ്പോ ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാപ്പയുടെ ചാരത്തിരുന്നിട്ട് ഫാത്തിമ ബീബി ഉപ്പാടെ ശരീരം ഇങ്ങനെ തടകുകയാ. ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബിയുടെ തലയെടുത്തും മടിയിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിങ്ങനെ തുടച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്നവർക്ക് പഠിക്കാൻ പറയുകയാ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ഒരു രൂപ പോലും സദക്ക കൊടുത്ത മുത്തുനബി ഉണ്ടല്ലോ, ആ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീവിയോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ആയിഷാ, ഇന്നലിൽ മൗത്ത് ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. മുത്തുനബി എവിടെന്ന് ഉപദേശിച്ചു കൊടുത്തു. Download Moj.